നമസ്കാരം. നിങ്ങളുടെ ഓർമ്മശക്തിയുടെ പൂട്ടുകൾ തുറക്കാൻ നിങ്ങൾ റെഡിയാണോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെലവൻസ് സിസ്റ്റം എന്നൊരു കിടിലൻ ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ജോൺ ലൂയിസ് മെമ്മറി സ്കൂളിന്റെ ഈയൊരു പുതിയ അറിവിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അല്ല, ശരിക്കും ഈ അക്കങ്ങളൊക്കെ ഓർത്തുവെക്കുക എന്നതൊരു തലവേദനയല്ലേ? ഫോൺ നമ്പറാകട്ടെ, പാസ്വേഡ് ആകട്ടെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡേറ്റകളാകട്ടെ, ഇതൊക്കെ നമ്മൾ മറന്നുപോകും. പക്ഷെ ഇനി അങ്ങനെയല്ല. നമുക്ക് ഒരുമിച്ച് ഈ നമ്പറുകളെ എന്നേക്കുമായി നമ്മുടെ ഓർമ്മയിൽ പിടിച്ചു നിർത്താം. നിങ്ങൾ എൻ്റെ കൂടെയല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഓർമ്മയുടെ ആയുധപ്പുരയിലെ ആ ഒരു രഹസ്യ ആയുധം, അതാണ് റെലവൻസ് സിസ്റ്റം. ഇവിടെ നമ്മൾ കാണാപ്പാഠം പഠിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ സൂപ്പർ പവർ ഭാവനയാണ്. ഒരു രസവുമില്ലാത്ത വെറും അക്കങ്ങളെ നമ്മൾ ജീവനുള്ള കഥകൾ പറയുന്ന ചിത്രങ്ങളാക്കി മാറ്റാൻ പോവാണ്. അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ കാണിച്ചുതരാം. ശരി, ഇനി നമുക്ക് നേരെ കളത്തിലിറങ്ങാം. 0 മുതൽ 9 വരെയുള്ള ഓരോ അക്കത്തിനും നമ്മൾ ഓരോ ഐക്കൺ ഉണ്ടാക്കാൻ പോകുകയാണ്. നിങ്ങളുടെ സ്വന്തം മെന്റൽ ടൂൾ കിറ്റ് റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെയാൾ, നമ്പർ 1. ഇതിനെ എങ്ങനെ നമുക്ക് മറക്കാതിരിക്കാം? ഒന്ന് കണ്ണടച്ച് സങ്കൽപ്പിച്ചു നോക്കൂ. കിരീടവും ചെങ്കോലുമൊക്കെയായി സിംഹാസനത്തിലിരിക്കുന്ന ഒരേ ഒരു രാജാവ്. ഒറ്റയ്ക്ക്, ഏറ്റവും ശക്തനായി. 1 എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ വരേണ്ട ചിത്രം ഇതാണ്: രാജാവ്. ഓക്കെ, അപ്പോൾ 1 രാജാവാണ്. ഇനി 2നെ നമ്മൾ എന്തു ചെയ്യും? ഒരു മരച്ചില്ലയിൽ ചേർന്നിരുന്ന് കൊക്കുരുമുന്ന 2 ലവ് ബേർഡ്സിനെ ഒന്നോർത്തു നോക്കൂ. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ? അവർ 2ആണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ ഇണക്കിളികൾ. നമ്മുടെ ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അടുത്ത സ്റ്റോപ്പ് നമ്പർ 3. നമ്മുടെ ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാരെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? കണ്ണും കാതും വായും പൊത്തിയിരിക്കുന്ന ആ 3 പേർ. അപ്പം നമ്പർ 3ന് നമുക്ക് അവരെ തന്നെ ഉറപ്പിക്കാം. 3 കുരങ്ങന്മാർ. ഇതുവരെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ 3 കിടിലൻ ചിത്രങ്ങളുണ്ട്. ഇനി നമുക്ക് 4ന്റെ ലോകത്തേക്കൊരു യാത്ര പോകാം. ബേസ്ബോൾ കളി കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ബാറ്റർ ബോൾ അടിച്ചു തെറിപ്പിച്ച് 4 ബേസുകളും ഓടി പൂർത്തിയാക്കുമ്പോഴാണ് ഹോം റൺ ആവുന്നത്. അപ്പോൾ 4 എന്ന നമ്പർ കേൾക്കുമ്പോൾ ആ 4 ബേസുകളും ഓടിത്തീർക്കുന്ന ആ കളിക്കാരനെ ഓർത്താൽ മതി. അടുത്തത് നമ്മുടെ ലിസ്റ്റിലെ 5ാം നമ്പറാണ്. നമ്പർ 5. അമേരിക്കൻ $5 നോട്ടിൽ അബ്രഹാം ലിങ്കന്റെ പടമുണ്ട്. പക്ഷേ അത് നമുക്ക് അത്ര പരിചിതമായിരിക്കില്ല അല്ലേ? വിഷമിക്കണ്ട, നമുക്ക് നമ്മുടെ സ്വന്തം കൈയിലെ 5 വിരലുകൾ ഓർത്താൽ മതി. അതാണ് കൂടുതൽ എളുപ്പം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് തിരഞ്ഞെടുക്കാം. അതെ, എനർജിയിൽ നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോകാം. നമ്പർ 6. ഒരു ഗോൾഫ് കളിക്കാരൻ പന്തടിക്കാൻ വേണ്ടി ക്ലബ്ബ് വീശുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ആ ഗോൾഫ് ക്ലബിന്റെ ആകൃതി കണ്ടോ? ശരിക്കും ഒരു 6 പോലെയില്ലേ? അപ്പോൾ 6 എന്ന് കേട്ടാൽ ഉടനെ ഗോൾഫ് കളിക്കാരൻ മനസ്സിൽ വരണം. 7 ഒരു ഭാഗ്യ നമ്പറാണെന്നാണ് പറയാറ്. അപ്പോൾ 7ന് എന്ത് ചിത്രമായിരിക്കും നമ്മൾ കൊടുക്കുക? ലോകത്തിലെ 7 അത്ഭുതങ്ങൾ അതിലൊന്നാണല്ലോ നമ്മുടെ താജ്മഹൽ. ആർക്കു വേണ്ടിയായിരുന്നു ഷാജഹാൻ അത് പണിതത്? പ്രിയപ്പെട്ട മുംതാസിനു വേണ്ടി. അപ്പോൾ 7 എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മുംതാസ് രാജ്ഞിയെ ഓർക്കാം. നമ്മുടെ യാത്ര തുടരുകയാണ്. അടുത്തതായി നമ്പർ 8. 8 കാലുകളുള്ള ചിലന്തിയെ ഒന്ന് ഓർത്തു നോക്കൂ. അതിന്റെ ആകൃതിയും കാലുകളുടെ എണ്ണവും നമ്മളെ 8 എന്ന നമ്പർ ഓർക്കാൻ സഹായിക്കും. ഇനി മുതൽ 8 എന്ന് പറഞ്ഞാൽ അത് ചിലന്തിയാണ്. അപ്പോൾ നമ്മൾ ഒറ്റേക്ക സംഖ്യകളിൽ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്പർ 9. ജോൺ ലൂയിസ് പറയുന്നത് 9ന് ഒരു മാലാഖയെ ഓർക്കാനാണ്, സമാധാനത്തിന്റെ ഒരു പ്രതീകമായിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നവഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ നവരത്നങ്ങളെയോ ഒക്കെ ഓർക്കാം. ഏതാണ് നിങ്ങളുടെ മനസ്സിൽ വേഗം വരുന്നത് അത് മതി. ഒടുവിൽ ഈ ലിസ്റ്റിലെ ഏറ്റവും പവർഫുള്ളായ ഒരു നമ്പറിലേക്ക് നമ്മളെത്തുന്നു: 0. ജിംനാസ്റ്റിക്സിൽ 2 റിങ്ങുകളിൽ തൂങ്ങിയാടുന്നത് കണ്ടിട്ടില്ലേ? ആ റിങ്ങുകൾക്ക് 0ത്തിന്റെ ആകൃതിയല്ലേ? അപ്പോൾ 0 എന്ന് കേൾക്കുമ്പോൾ ആ 2 വളയങ്ങളിലും പിടിച്ചു നിൽക്കുന്ന ജിംനാസ്റ്റിനെ ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ 0 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങൾക്കും ഓരോ ചിത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒറ്റയടിക്ക് ഒന്നുകൂടി നോക്കിയാലോ? ദാ നോക്കൂ. 0 മുതൽ 9 വരെയുള്ള ഓരോ അക്കത്തിനും നിങ്ങളുടെ മനസ്സിലിപ്പോൾ നല്ല വ്യക്തമായ ഓരോ ചിത്രങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ ഓർമ്മശക്തിയുടെ പുതിയ സൂപ്പർ പവർ ടൂൾ കിറ്റാണ്. ഇത് വിജയകരമായി പഠിച്ചെടുത്ത നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ കഴിവാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ കിടിലൻ ടെക്നിക്കുകൾ നമുക്ക് പറഞ്ഞു തന്ന ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന് ഒരു വലിയ നന്ദി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്തേ? റെലവൻസ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. നമ്പറുകളെ വെറും അക്കങ്ങളല്ലാതെ നല്ല രസമുള്ള ചിത്രങ്ങളാക്കി മാറ്റി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 10 ശക്തമായ മെമ്മറി ഐക്കണുകളുണ്ട്. പക്ഷേ ഒന്നോർക്കുക, ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഓർമ്മയുടെ ലോകത്തെ
അടുത്ത അത്ഭുതങ്ങൾ കാണാൻ നിങ്ങൾ റെഡിയാണോ? അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഷേപ്പ്, റൈമിംഗ് സിസ്റ്റംസ് എന്ന 2 കിടിലൻ ടെക്നിക്കുകൾ കൂടി പഠിക്കും. അപ്പോൾ അതുവരെ കണ്ടതിനും കേട്ടതിനും ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം.